നമ്മളെല്ലാവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, കുടുംബത്തിലെ അംഗങ്ങളാണ്, പിതാവാണ്, ഭർത്താവാണ്, മകനാണ്, സഹോദരനാണ്, കൂട്ടുകാരനാണ്. ഇങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു നേതൃത്വത്തിൽ വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ നേതൃപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് അല്ലാഹു ദൂതനെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഖുർആനിക വചനം, ഖുർആനിലെ 18-ാം അധ്യായം അതിലെ 28-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഇതിനൊരു പശ്ചാത്തലം, ഒരു കോണ്ടെക്സ്റ്റ്, സബബുൻ നുസൂൽ ഉണ്ട്. അത് സമ്പന്നരായ, ധനാഢ്യരായ, പ്രമാണിമാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് നബിയോട് പറയണം, എത്രയോ ദരിദ്രരുടെ കൂടെയാണല്ലോ നിങ്ങൾ ജീവിക്കുന്നത്. സാധാരണക്കാരന്റെ പൾസനുസരിച്ച് വളരെ സാധാരണക്കാരുടെ കൂടെയാണല്ലോ, ഞങ്ങളുടെ കൂടെ പ്രമുഖരായിട്ടുണ്ടല്ലോ. പക്ഷെ അങ്ങ് സാധാരണക്കാരുടെ കൂടെയാണല്ലോ സഹവാസം. അത് മാറ്റിവെച്ചുകൊണ്ട്, ദരിദ്രരെ അവഗണിച്ചുകൊണ്ട്, ജീവിതത്തിന്റെ സാധാരണക്കാരെ അവഗണിച്ചുകൊണ്ട് ധനാഢ്യരുടെ കൂടെ നിന്നുകൂടെ എന്നൊരു ചോദ്യം. ഇന്ന് നാം ജീവിക്കുന്ന കേരളത്തിൽ ഇവിടെ ഭരണകൂടങ്ങളുണ്ട്, വലിയ വലിയ ആളുകളുണ്ട്. അവരുടെയൊക്കെ ബന്ധം മതപണ്ഡിതന്മാരാവട്ടെ, രാഷ്ട്രീയ നായകന്മാരാകട്ടെ, സാധാരണക്കാരുടെ വോട്ട് നേടി അധികാരത്തിലെത്തുന്ന ആളുകൾ, അവരും ജീവിക്കുന്നത് ധനാഢ്യന്മാരുടെ, സമ്പന്നന്മാരുടെ കൂടെയാണ്. ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ വലിയ കോടീശ്വരന്മാരുടെ ഇംഗീതത്തിനനുസരിച്ച് ജീവിക്കുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെയാണ് അല്ലാഹുവിന്റെ ദൂതനെ വിളിച്ചുകൊണ്ട്, ജിബ്രീലിനെ ഭൂമി ലോകത്തേക്ക് അയച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാണ്, ഫസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഗശിയ്യ യുരീദൂന വജ്ഹഹു. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് റഹ്മാനായ റബ്ബ് പറയുന്ന വാചകം, തങ്ങളുടെ രക്ഷിതാവിന്റെ മുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് കാലത്തും വൈകുന്നേരവും അവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുടെ കൂടെ, സാധാരണക്കാരുടെ കൂടെ നിന്റെ മനസ്സിനെ നീ അടക്കി നിർത്തണം. അടുത്ത വാചകം, ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരം ലക്ഷ്യമാക്കിക്കൊണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകരുത്. വല്ലാത്തൊരു പദം. ഭൗതിക ലോകത്തിന്റെ സമ്പാദ്യങ്ങളുടെ പളപളപ്പ് കണ്ട് നിന്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകരുത്. ആരെ? ജീവിതത്തിലെ സാധാരണക്കാരെ, ദരിദ്രരെ, കഷ്ടപ്പെടുന്നവരെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരെ, സ്വന്തമായി വീടില്ലാത്തവരെ, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയവരെ, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പെടാപ്പാട് പാടുന്നവരുടെ കൂടെ നബിയെ ഒരിക്കലും അവരെ വിട്ട് താങ്കളുടെ കണ്ണുകൾ സമ്പന്നന്മാരുടെ കൂടെ ആയി പോകരുത് എന്ന കൃത്യമായ മാർഗനിർദ്ദേശം. എന്നിട്ട് പറഞ്ഞു, ഏതൊരുവന്റെ ഹൃദയത്തെ നമ്മുടെ സ്മരണയെ വിട്ട് നാം അശ്രദ്ധമാക്കിയിരിക്കുന്നുവോ, ഏതൊരുവൻ തന്നിഷ്ടത്തെ പിന്തുടരുകയും ചെയ്തുവോ, അവന്റെ കാര്യം അതിർകവിഞ്ഞതായിരിക്കുന്നുവോ, അവനെ നീ അനുസരിച്ചു പോകരുത്. ഇതൊരു നേതാവിനെ പറ്റി പറയാം. അയാൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോളൂ, ഞങ്ങൾ ഇവിടുത്തെ പ്രമാണിമാരാണ്, നായകന്മാരാണ്, രാജ്യം ഭരിക്കുന്നവരാണ്, സമ്പന്നന്മാരാണ്, സമുന്നതരാണ്, എല്ലാം കൊണ്ടും വലിയ പ്രാമാണിത്വമുള്ളവരാണ്, അവരോടൊപ്പം നിൽക്കുക എന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ സാധാരണക്കാരിൽ ഒരാളായിട്ട് ഈ ആയത്തിറങ്ങിയപ്പോൾ ഹബീബുന ശഫീഉന ഖലീലുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടുമായി പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരികയാണെങ്കിൽ, എന്താണ് പ്രയോഗം? നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരികയാണെങ്കിൽ എന്നെ നിങ്ങൾ തേടേണ്ടത് ദരിദ്രന്മാരുടെ കൂടെയാവണം എന്നതാണ്. എവിടെയാണ് മുഹമ്മദ് നബി എന്ന് നോക്കി നിങ്ങൾ സമ്പന്നന്മാരുടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടതില്ല. സമ്പന്നന്മാരുടെ കൂടെ ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്റെ ഇരുത്തവും എന്റെ സമ്പർക്കവും ദരിദ്രരുടെ കൂടെ ആയിരിക്കും, സാധാരണക്കാരുടെ കൂടെ ആയിരിക്കും എന്നതാണ് തിരുദൂതരുടെ പ്രത്യേകത. അപ്പോ
ഇത് ഞാൻ പറയുന്നത് നബി എന്ന നേതാവ്, നബി എന്ന മുതലാളി, നബി എന്ന നായകൻ, ജീവിതത്തിന്റെ ഏത് രംഗം നിങ്ങൾ എടുത്തു നോക്ക്. 10 കൊല്ലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അനസ് റളിയല്ലാഹു അൻഹു ജോലി ചെയ്തത്. അനസ് റളിയല്ലാഹു അൻഹു തിരുദൂതരുടെ കൂടെ 10 വർഷം തുടർച്ചയായ 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കും മാർക്കറ്റിലേക്ക്, അനസേ ഇന്നത് വാങ്ങിക്കൊണ്ടുവാ, വേഗത്തിൽ തിരിച്ചു വാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും. സമയം ഇങ്ങനെ കടന്നു പോകും. അനസിനെ കാണുന്നില്ല. തിരുദൂതർക്ക് കോപമില്ല, തിരുദൂതർക്ക് വെറുപ്പില്ല. എന്താ ഈ ചങ്ങാതി ഇങ്ങനെ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെല്ലെ വീട്ടിന്റെ പുറത്തോട്ടിറങ്ങി മരുഭൂമിയിലൂടെ കുട്ടികൾ കളിക്കുന്ന ദിക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തിരുദൂതർ നീങ്ങും. അതാ ആ കുട്ടികളുടെ കൂടെ അനസ് റളിയല്ലാഹു അൻഹു കളിക്കുകയാണ്. കാരണം അനസ് റളിയല്ലാഹു അൻഹു അത്ര പ്രായമുള്ള ആളല്ല, കളിപ്രായം വിട്ടിട്ടില്ലാത്ത വ്യക്തിയായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് അനസിന്റെ ശിരസിൽ തലവെടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കും, അനസേ ഞാൻ നിന്നെ എന്തിനാ പറഞ്ഞയച്ചത് എന്ന്. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, 10 കൊല്ലം നബിയുടെ ഖാദിമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിദ്മത്ത് എടുത്ത് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമീപ്യത്തിൽ, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ, പ്രവാചകന്റെ തിരുഭവനത്തിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എന്താ അനുസേചനം ചെയ്തത് എന്ന് എന്റെ ദൂതൻ എന്നോട് ചോദിച്ചിട്ടില്ല, എന്നെ വേദനിപ്പിച്ചിട്ടില്ല, എന്നോട് അനാവശ്യമായി പെരുമാറിയിട്ടില്ല. കോപാകുലനായ നബി എന്നെ ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടില്ല. ആരാ ഇത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇന്ന് ചാനലുകളിൽ, സോഷ്യൽ മീഡിയകളിൽ 3.5 കോടി മലയാളികൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ വളരെ ആവേശപൂർവ്വം ഓർക്കുന്ന ഒരു പേരുണ്ട്. അതാരുടേതാണ്? മനാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ പേരാണ്. ആരാണ് മനാബ്? ഒരു മുതലാളിയാണ്, ലോറിയുടെ ഉടമയാണ്, അല്ലെ? അവിടെ വഹിക്കപ്പെട്ട മരത്തിന്റെ ഉടമയാണ്, മുതലാളിയാണ്. ആരാണ്? അർജുൻ, അദ്ദേഹത്തിന്റെ തൊഴിലാളിയാണ്. ഒരാള് ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയാണ്, ഒരാൾ ഇസ്ലാമിക സമൂഹത്തിലെ അംഗമാണ്. മദ്രസയിലെ പാഠം മുതൽ ജീവിതത്തിൽ പകർന്നു കിട്ടിയ ഇസ്ലാമിക ബോധത്തിന്റെ അടിസ്ഥാനം മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു സംഘി വിഭാഗം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മനാബ് എന്ന് പറയുന്ന സഹോദരനെ കുറിച്ച്. കഴിഞ്ഞ 1078 ദിവസം മനാബ് ഈ അർജുനനെ കിട്ടുന്നതിന് വേണ്ടി മന്ത്രി പുങ്കവന്മാരുടെ വസതികളിൽ കയറിയിറങ്ങി, ചാനലുകളിൽ കയറിയിറങ്ങി കാവലിരുന്നു, അല്ലെ? താപസി മനസ്സോടെ തന്നെ വിശ്വസിച്ച തന്റെ തൊഴിലാളിക്ക് വേണ്ടി മുതലാളിയായ മനാഫ് ഇന്ന് ലോകത്തിന്റെ നെറുകയിലാണ്, ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ്. എന്താ കാരണം? തൊഴിലാളിയുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണേ എന്ന് ലോകത്തെ പഠിപ്പിച്ച വിശ്വാചാരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓവർ ടൈം ജോലി ചെയ്താൽ കൂലി കൊടുക്കണമെന്ന്, പാലിച്ച ഉത്തരവാദിത്തം കൊടുത്താൽ നിങ്ങൾ സഹായിക്കണമെന്ന്, നിങ്ങളുടെ കൂടെ എന്നും ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കൈകൊണ്ട് ഒരു ഭക്ഷണം വാരി കൊടുക്കണമെന്ന്, അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിട്ടാൽ ആ പ്രയാസത്തെ ദൂരീകരിക്കുന്നതിൽ നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ലോകത്തെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനാഫിന്റെ വാക്കുകൾ അത്ഭുതകരമായ വാക്കുകളാണ്. എനിക്ക് എന്റെ ലോറിയാ ഞാൻ ആവശ്യപ്പെടുന്നില്ല, എന്റെ മരങ്ങൾ എനിക്ക് ആവശ്യമില്ല, അതെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചോളൂ, പക്ഷെ എന്റെ അർജുനനെ എനിക്ക് വേണം എന്നാണ്. എല്ലാ സംഘികളും പഞ്ചപുച്ച മടങ്ങി, എല്ലാവരും കൂട്ടിലേക്ക്, മാളത്തിലേക്ക് കയറി ഒളിച്ചു. ലോകം മുഴുവനും അദ്ദേഹത്തെ വാഴ്ത്തി. എന്താ കാരണം? കാരുണ്യമാണ്, ദയയാണ്, അലിവാണ്. ഒരു വ്യക്തിയുടെ കൂടെ നിന്ന് ചിന്തിക്കാനാണ്. അതേ, അർജുനന്റെ അമ്മ പൊട്ടിക്കരയുന്നു, അർജുനന്റെ മക്കൾ അനാഥരായിരിക്കുന്നു, അല്ലെ? ഒരു സഹോദരന്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. അർജുനൻ ചെയ്യുന്ന എല്ലാം മനാഫിന് ചെയ്യാൻ കഴിയില്ല. അർജുനന്റെ ഭാര്യയുടെ ഭർത്താവാകാൻ മനാഫിന് കഴിയില്ല, പക്ഷെ സഹോദരനാകാൻ കഴിയും. മക്കളുടെ പിതാവിനെ പോലെ തീരാൻ കഴിയും. നഷ്ടപ്പെട്ട മകന്റെ സ്ഥാനത്തേക്ക് ആ അമ്മയുടെ കൂടെ ഉയരാൻ കഴിയും. അതിന് ജാതിയും മതവും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിരുന്നില്ല. കാരണം ആ വാചകം ആവർത്തിച്ച് കേട്ട നബിയുടെ തിരുവചനങ്ങളിലെ, ദിവ്യവചനങ്ങളിലെ മനോഹരമായ വചനം ഇർഹമൂ. ആ വാചകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇർഹമൂ, നിങ്ങൾ കാരുണ്യം കാണിക്കൂ, ഭൂമിയിലുള്ളവരോട്, മുസ്ലിമീങ്ങളോട് അല്ല, ഒരേ വിഭാഗത്തിൽപ്പെട്ടവരോട് എന്നല്ല, നിങ്ങളുടെ മാതാപിതാക്കളോട് എന്നല്ല, 14 ലോകങ്ങളിലും
നിങ്ങൾക്ക് വിഷയീഭവിക്കുന്ന ഏതൊക്കെ ജീവവർഗങ്ങളുണ്ടോ അതിനോട് മുഴുവനും കാരുണ്യം, കോഴിയോട് കാരുണ്യം. അതുകൊണ്ടാണ് ഇമാം ബുഖാരിയിൽ ഏത് ബാബ് വന്നത്? കോഴിയെ ശകാരിക്കൽ എന്ന ബാബ്. ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിലെ ഒരു ബാബ് കോഴിയെ ശകാരിക്കൽ എന്നാണ്. കോഴിയെ ചീത്ത പറയൽ എന്ന ഒരു അധ്യായമാണ്. അത് പാടുണ്ടോ പാടില്ലേ എന്ന് കൈകാര്യം ചെയ്യുന്ന അധ്യായം അല്ലെ. ആലോചിച്ചു നോക്കിക്കേ. ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. എത്രമേൽ പ്രാധാന്യമറിയിക്കുന്ന വാചകമാണ്, എത്രമേൽ ഹൃദയഹാരിയായ വാചകമാണ് കാരുണ്യം കാണിക്കൂ എന്ന വാചകം അല്ലെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാചകം. അതുപോലെ ആയിഷ ബീവി ഒട്ടകത്തിന്റെ കയർ പിടിച്ച് ഒരൽപ്പം വേഗത്തിൽ നടക്കാൻ വേണ്ടി ഒട്ടകത്തിന്റെ കയർ വലിച്ചപ്പോൾ ആയിഷ ഒട്ടകത്തോട് കാരുണ്യം കാണിക്കൂ ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഈത്തപ്പനത്തോട്ടത്തിലൂടെ നടന്നു പോകുമ്പോ ഒരൊട്ടകൻ നബിയെ തടഞ്ഞു നിർത്തി. ഒട്ടകത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഒട്ടകൻ കംപ്ലൈന്റ് പറഞ്ഞു, എന്റെ യജമാനൻ എന്നെ വേദനിപ്പിക്കുന്നു, കാര്യമായ ഭക്ഷണം നൽകുന്നില്ല, എനിക്ക് പ്രയാസമുണ്ട്, ആ യജമാനൻ എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഒട്ടകം നബിയോട് സംസാരിച്ചു. നബിയോട്, കാരുണ്യത്തിന്റെ ദൂതനോട്, അലിവിന്റെ പ്രവാചകനോട്, ദിവ്യ വഴിപാടുകളുടെ ചക്രവർത്തിയോട് ആ ഒട്ടകം വേദന പങ്കുവെക്കുകയാണ്. ഏയ്, ആരാണ് നിന്റെ യജമാനൻ? കാരുണ്യത്തിന്റെ തിരുദൂതർ ചോദിക്കുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടാണ് ഈ ദൂതനെ അയച്ചിട്ടുള്ളത്. അല്ലാഹു കരുണാമയനാണ്. അല്ലാഹുവിന്റെ വേദഗ്രന്ഥം കാരുണ്യമാണ്. അല്ലാഹുവിന്റെ ദീന് കാരുണ്യമാണ്. അല്ലാഹു തിരഞ്ഞെടുത്ത റസൂൽ കാരുണ്യമാണ്. 21-ാം അധ്യായം 107-ാമത്തെ വചനം. അതെ, ആലോചിച്ചു നോക്കിക്കേ നിങ്ങൾ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അധ്യായത്തിന്റെ സ്റ്റാർട്ടിംഗ് പരമകാരുണ്യകനും കരുണാവാരിധിയുമായ റബ്ബിന്റെ നാമത്തിൽ എന്നാണ്. നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്. നമ്മുടെ റബ്ബ് വദൂദാണ്. നമ്മുടെ റബ്ബ് ഏറെ പൊറുക്കുന്നവനാണ്. നമ്മുടെ റബ്ബ് നമുക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവനാണ്. വറഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യം എല്ലാറ്റിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അവന്റെ ദിവ്യകാരുണ്യത്തിന്റെ ശീതള ഛായയിലാണ് നിങ്ങൾ സുഖകരമായി അന്തി ഉറങ്ങുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാത്രി സൂര്യൻ അസ്തമിച്ച് രാത്രി ഇരുട്ട് മൂടി എന്ന് അല്ലാഹു പറഞ്ഞ രാവിലെ പകലിലും പകലിന് രാവിലെ പ്രവേശിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ദിവ്യകാരുണ്യത്തിന്റെ ഭാഗമാണ്. ആകാശത്തിന്റെ കാർമേഘ കീറുകളിൽ നിന്ന്, കാർമേഘത്തിൽ നിന്ന് ഘനീഭവിച്ച് മഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് അവന്റെ കാരുണ്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരാളോട് അലിവ് തോന്നുന്നത് അല്ലാഹു ഇറക്കി തന്ന കാരുണ്യമാണ്. നബിയേ, നിങ്ങൾ കുട്ടികളെ ചുംബിക്കാറുണ്ടോ എന്ന ചോദ്യത്തിന് അറാബി പറയുന്നത്, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ അവരെ ചുംബിക്കാറില്ല എന്നാണ്. നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യം എടുത്തു കളഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന ദൂതന്റെ ചോദ്യം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീലൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക്. വിശുദ്ധ ഖുർആൻ പറയുന്നത്, നീ പരീക്ഷ സ്വഭാവിയായിരുന്നെങ്കിൽ, കഠിന ഹൃദയനായിരുന്നെങ്കിൽ നിന്റെ അനുയായികൾ നിന്റെ ചുറ്റിൽ നിന്നും പോകുമായിരുന്നു. ബാപ്പയിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ടത് ക്രൂരതയല്ല, കണ്ണുരട്ടലുകളല്ല, കാരുണ്യത്തിന്റെ തലോടലുകളാണ്. 1000 ചുംബനങ്ങൾ കൊണ്ട് മക്കളെ വാരിയെടുത്ത് പൊതിയുമ്പോഴും അവരുടെ ഹൃദയത്തിൽ നാം നൽകുന്നത് ഈ ദിവ്യകാരുണ്യത്തിൻ്റെതാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ചുംബനം അർപ്പിക്കുന്നത് ഒരു ബാപ്പയാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ദാമ്പത്യ ജീവിതത്തിന്റെ കിടപ്പറയിലെ പങ്കാളിയിൽ ഏറ്റവും കൂടുതൽ ചുംബനം അർപ്പിക്കുന്നത് ഒരു പുരുഷനാണെന്നറിയാമോ? സ്ത്രീകളുടെ ചുംബനം താരതമ്യേന കുറവും. ലോകത്തൊരു പെണ്ണിന്റെ ചുംബനം കിട്ടാൻ കൊതിക്കുമെങ്കിലും ലോകത്തെ ഏറ്റവും കൂടുതൽ ചുംബനം തിരിച്ചു കൊടുത്തവൻ പുരുഷനാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാമോ? അതുകൊണ്ടാണ് ഫാത്തിമയെ മടിയിൽ ഇരുത്തുന്നതും ഹസൻ ഹുസൈനെ ഒരിക്കൽ മിഹ്റാബിൽ അല്ലാഹുവിന്റെ ദൂതൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുജൂദിന്റെ ദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. നബി സുജൂദിലാണ്, എഴുന്നേൽക്കുന്നില്ല. വീണ്ടും വീണ്ടും സുജൂദിൽ കിടക്കുന്ന റസൂൽ സ്വഹാബികൾക്കാകെ വിഷമമായി. ഒരു സ്വഹാബി തലപൊക്കി എഴുന്നേറ്റ് നോക്കി, അല്ലാഹുവിന്റെ ദൂതന് എന്തെങ്കിലും സംഭവിച്ചോ? അല്ലാഹുവിന്റെ ദൂതൻ സുജൂദിൽ മരിച്ചുപോയോ? അയാൾ തല ഉയർത്തി നോക്കുമ്പോ അതാ ഫാത്തിമയുടെ ഒരു മകൻ നബിയുടെ പെരടിയിൽ
കയറിയിരിക്കുകയാണ്. പേരക്കുട്ടി തന്റെ പെരടിയിൽ, ആരുടെ പെരടിയിൽ? ലോകത്തിന്റെ തിരുദൂതരുടെ പെരടിയിൽ, നമസ്കാരത്തിന്റെ ആത്മാർത്ഥമായത് നിർവഹിച്ച റസൂലിന്റെ ആ പെരടിയിൽ പേരക്കുട്ടി കയറിയിരിക്കുന്നു. അല്ലാഹുവിന്റെ തമ്മിലെ സുജൂദിൽ നിന്ന് കുഞ്ഞുമകനെ മാറ്റി നിർത്തണമോ? നമ്മളൊക്കെ അങ്ങനെയാണ്. കുട്ടി പള്ളിയിലേക്ക് ഓടിക്കേറിയാൽ, കുട്ടി ഉമ്മ നിസ്കരിക്കുന്ന മുസല്ലയിൽ കയറിയാൽ പിടിച്ച് വലിച്ച് കരയിച്ചു കൊണ്ടുപോകുന്നവർ ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എനിക്ക് അല്ലാഹുവിന്റെ ഗ്രന്ഥം ധാരാളമായി പാരായണം ചെയ്യണം എന്നെനിക്ക് തോന്നും. അങ്ങനെ ഞാൻ നമസ്കാരത്തിൽ പ്രവേശിക്കും. ഫാത്തിഹ കഴിഞ്ഞാൽ ഞാൻ സൂറത്തുകൾ ഓതി തുടങ്ങും. അങ്ങനെ ഞാൻ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നെത്തുമ്പോഴേക്ക് കുഞ്ഞിന്റെ കരച്ചിൽ പറകിൽ നിന്ന് കേൾക്കും. കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ എന്റെ മനസ്സലിയും. ഞാൻ ഉടനെ ആയത്തുകൾ ഓതൽ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ വേഗം റുകൂയിലേക്ക് പോകും, പിന്നെ സുജൂദിലേക്ക് പോകും. അല്പം വേഗതയിൽ ഞാൻ ആ നമസ്കാരം നിർവഹിക്കും. എന്താണ് എന്നെ അതിന് പ്രേരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ആ കുഞ്ഞിനെ 10 മാസം കൊണ്ട് പ്രസവിച്ച മാതാവിന് ആ കുഞ്ഞിന്റെ കരച്ചിൽ അസ്വസ്ഥ സൃഷ്ടിക്കും. ആ മാതാവിന്റെ കൽവിൽ വേദനകളുടെ ആന്തോളനങ്ങൾ ഉണ്ടാകും. പാടില്ല. കാരുണ്യമായിരുന്നു. ജീവിതത്തിന്റെ നികല മണ്ഡലങ്ങളെയും കാരുണ്യമായിരുന്നു. ദിവ്യകാരുണ്യത്തിന്റെ ശീതളച്ചായയിൽ ആ സമൂഹം മുഴുവനും ജീവിച്ചു. നബിയോട് ഒന്നിച്ചു ചേർന്ന് നബിയുടെ കാരുണ്യം അവർ യഥേഷ്ടം ഊറ്റി കുടിക്കുകയായിരുന്നു, അവർ ആസ്വദിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയുടെ കൈ പൊട്ടിയത് കണ്ട് നബി കരഞ്ഞിട്ടുണ്ട്. അവിടെ ഈ നബി പറഞ്ഞിട്ടുണ്ട്, ഫാത്തിമ അഹ്ലു സുഫത്ത് കിടക്കുന്നുണ്ട് ഫാത്തിമ. അത് ഒരുപാട് വേദനകളോടെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ, ആധാരമില്ലാതെ, പ്രമാണമില്ലാതെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ, ആരോടും ആശ്രയമില്ലാതെ 300 ചില്ലാനം ആളുകൾ മദീനത്തെ പള്ളിയിൽ പട്ടിണി കിടക്കുന്നുണ്ട് ആയിഷ ഫാത്തിമ. അതുകൊണ്ട് താൽക്കാലികമായി എന്റെ മോളെ കൈപൊട്ടിയതിന് പകരമായി ഒരു തൊഴിലാളിയെ വെച്ച് തരാൻ ഈ പാപ്പാക്ക് സാധ്യമല്ല. ലോകത്തോളം പോന്ന ഹൃദയവുമായി അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചു എന്നത് എത്ര ഗംഭീരമായ കാര്യമാണ്. പരിശുദ്ധ കഅബത്തിന്റെ പരിസരത്ത് ശൈഖ് അബീ ത്വാലിബ് മല തല ഉയർത്തി നിൽക്കുന്നുണ്ട് അഹങ്കാരത്തോടെ. ആ ശൈഖ് അബീ ത്വാലിബ് മലയുടെ ഓരത്ത് ആ മലയിൽ കൊണ്ടുപോയി നബിയെയും സഹാബത്തിനെയും പീഡിപ്പിച്ചു. 3 വർഷം ഗരാവോ ചെയ്തു, പട്ടിണിക്കിട്ടു. പച്ചിലകൾ തിന്ന് ആട് കാഷ്ടിക്കുന്ന പോലെ നബിയും സാവത്തും കാട്ടിച്ചു. പിഞ്ചു പൈതങ്ങൾ പട്ടിണി കിടന്നു പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് ഖുറൈശികൾ പൊട്ടിച്ചിരിച്ചു. ആ ഖുറൈശികൾ കാലം ഒരുപാട് മുന്നോട്ട് പോയി. മദീനയിൽ പ്രവാചക തിരുമേനി വന്നു. ജൂതന്മാരും ക്രിസ്ത്യാനികളുമായി കരാറുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി. ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായി മുത്തുനബി ജീവിക്കുന്ന കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്ന ഒരു വാർത്ത, അന്ന് ശൈഖ് അബീ ത്വാലിബ് മലയിൽ നബിയെ ഗരാവോ ചെയ്ത ആ ശത്രുക്കൾ പട്ടിണി കിടക്കുന്നു എന്നതായിരുന്നു ആ വാർത്ത. ആഹ്ലാദമുണ്ടായില്ല പ്രവാചകന്, സന്തോഷമുണ്ടായില്ല. അങ്ങനെ തന്നെ വേണം, ഞങ്ങളെ പീഡിപ്പിച്ചവരല്ലേ എന്ന് ഉസാമ ബിൻ ലാദൻ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അതാണ് നബിയും ഉസാമയും തമ്മിലുള്ള വ്യത്യാസം. ഉസാമക്ക് ഇസ്ലാമില്ല എന്ന് ലോകത്ത് സലഫികൾ വിളിച്ചു പറയാനുള്ള കാരണം, ഉസാമ പറയുന്നുണ്ട് ശൈഖ് അബീ ത്വാലിബ് മലയിലുള്ളവരോട് നബി കാരുണ്യം കാണിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഞങ്ങൾക്കത് കാണിക്കാൻ വയ്യ. ഞങ്ങളെ പീഡിപ്പിച്ചവരെ ഞങ്ങൾ പീഡിപ്പിക്കും, ഞങ്ങളുടെ കുട്ടികളെ കൊന്നവരെ ഞങ്ങൾ തിരിച്ചു കൊല്ലും, ഞങ്ങളെ പുറത്താക്കിയവരെ ഞങ്ങൾ പുറത്താക്കും. അവിടെ നബിയുടെ ചര്യ നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ലോക മീഡിയകൾ ഉസാമ ബിൻ ലാദന്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, മക്കത്തേക്ക് വാഹനങ്ങൾ അയക്കേണ്ടതുണ്ട്, ഒട്ടകപ്പുറത്ത് ഭക്ഷണങ്ങൾ അയക്കേണ്ടതുണ്ട്. അവിടെ അവിശ്വാസികൾ, അമുസ്ലിങ്ങൾ, എന്നെ പീഡിപ്പിച്ചവർ, നാട് കടത്തിയവർ, അവർ പട്ടിണി കിടക്കുന്നു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഇന്നലെകളുടെ വേദനകൾ നിങ്ങൾ മറന്നോ? നിങ്ങളെ പീഡിപ്പിച്ചവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞോ? നിങ്ങളെ ആട്ടി ഓടിച്ചവരെ നിങ്ങൾ മറന്നോ? അവർക്കാണോ ഭക്ഷണം എത്തിക്കേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, അതെ, അവരെന്റെ നാട്ടുകാരാണ്, എന്റെ കൂടപ്പിറപ്പുകളാണ്, എന്റെ പാരമ്പര്യത്തിലുള്ളവരാണ്, ഞാൻ അറിഞ്ഞവരാണ്. അവരോട് ഞാൻ മധുരോധാരമായി പ്രതികാരം തീർക്കും. ആ പ്രതികാരം അവർക്ക് ഭക്ഷണം എത്തിച്ചുകൊണ്ടാണ്. ഇന്നലകളിൽ അവരെന്നെ പട്ടിണിക്കിട്ടു. അതേ സ്വഭാവം ഞാൻ കാണിച്ചാൽ ഞാനും അവരും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകും എന്ന് ലോകഗുരു പറഞ്ഞു. ഈ നബിയെ ക്രൂരനായി, ഈ നബിയെ സ്ത്രീപീഡകനായി, ഈ നബിയെ കുഞ്ഞുങ്ങളെ കൊന്നവനായി പലരും പറയുന്നുണ്ട്. ഒരു യുദ്ധത്തിന്റെ രണഭൂമിയിൽ
അള്ളാഹുവിന്റെ റസൂൽ ഏതാനും കുട്ടികൾ മരിച്ചതായി കാണുന്നു. ഉറുമാമ്പയം പോലെ പ്രവാചകന്റെ മുഖം ചുവന്നു തുടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വരൂ, ആരാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നത്? അപ്പോൾ വർഗീയതയുടെ നാമ്പുകൾ എക്കാലഘട്ടത്തിലും മനുഷ്യന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്നതിന് സ്വഹാബികൾ പോലും തെളിവാണ്. സ്വഹാബത്ത് പറഞ്ഞ നബിയെ, അവർ ബൗദ്ധൈവ വിശ്വാസികളുടെ കുട്ടികളല്ലേ? ഇന്നത്തെ കാലത്ത് നമ്മൾ ചോദിക്കുന്നതേ ചോദ്യം, അവർ ബൗദ്ധൈവ വിശ്വാസികളുടെ കുട്ടികളല്ലേ എന്നാണ് ചോദ്യം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലോകത്തിൽ ഇത്രമേൽ വ്യാഖ്യാനങ്ങളില്ലാത്ത അത്ഭുതകരമായ ഒരു വാക്ക്, കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര. എല്ലാ കുട്ടിയും യുക്തിവാദിയുടെ, നിരീശ്വരവാദിയുടെ, അഗ്നേയവാദിയുടെ, ഏതേത് വിശ്വാസക്കാരന്റെ, ആർഎസ്എസ്കാരന്റെ, ബിജെപിക്കാരന്റെ, കമ്മ്യൂണിസ്റ്റുകാരന്റെ, ഏതെല്ലാം മനുഷ്യാവാന്തര പ്രസ്ഥാനങ്ങളും സംഘടനകളും വിഭാഗങ്ങളും ഉണ്ടോ, അവരുടെ ബീജത്തിൽ പിറക്കുന്ന കുട്ടി പരിശുദ്ധനാണ് എന്നാണ്. സെന്റ് പോൾ ലോകത്തെ പഠിപ്പിച്ചത് ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പാപികളാണ് എന്നാണ്. ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവനും പാപികളാണെന്ന് പഠിപ്പിക്കുന്ന സെന്റ് പോളിന്റെ സിദ്ധാന്തവും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മുഴുവനും പരിശുദ്ധരാണെന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് നബിയുടെ പാതയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് മനുഷ്യരെ. മറ്റൊരിക്കൽ കുറച്ച് സ്ത്രീകൾ കൊല്ലപ്പെട്ടത് നബിയുടെ കണ്ണുകളിൽ, നബിയുടെ മുഖം ചുവന്നു കൊടുത്തു, നബിക്ക് വിറയൽ വന്നു. നബി ചോദിച്ചു, ആരാണ് ഈ സ്ത്രീകളെ കൊന്നത്? ശത്രുക്കളാണെങ്കിലും അവരുടെ പക്ഷത്തുള്ളവരാണെങ്കിലും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സ്ത്രീകളെ കൊല്ലരുത് എന്ന്, കുട്ടികളെ കൊല്ലരുത് എന്ന്, വയോവൃദ്ധരെ നശിപ്പിക്കരുത് എന്ന്, മഠാധിപതികളെ തകർക്കരുത് എന്ന്, ചില തടാകങ്ങൾ നശിപ്പിക്കരുത് എന്ന്, ഈത്തപ്പനകളെ മുറിച്ചു കളയരുത് എന്ന് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചിട്ടില്ലേ? യുദ്ധരംഗത്തെ മാനവികതയുടെ പാഠങ്ങൾ ഒന്നൊന്നായി പകർന്നു നൽകിയ കാരുണ്യത്തിന്റെ വിശ്വാചാര്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി പൂജാതനായ മാസമാണ് റബീഉൽ അവ്വൽ 12. ഇനി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ജീവിതത്തിൽ അലിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഹൃദയം? ഒരാളുടെ വേദനയിൽ നമ്മുടെ മനസ്സ് നൊന്നിട്ടുണ്ടോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഈ വിഷയത്തിന്റെ മർമ്മം എന്ന നിലയിൽ പറയാൻ, ബിലാൽ റളിയല്ലാഹുവിന്റെ കൂടെ ജാബിറുണ്ട്, ജാബിറിന്റെയും ബിലാലിന്റെയും കൂടെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. രണ്ട് പ്രഗൽഭരായ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ സ്വഹാബിമാരും നബിയും. ജാബിർ റളിയല്ലാഹുവിന്റെ മുഖം വളരെ വിവർണമായിരിക്കും. ജാബിർ റളിയല്ലാഹു ദുഃഖിതനാണ്. നമ്മളൊക്കെ യാത്ര പോകാറുണ്ട്, ഒരാളൊന്നും മിണ്ടുന്നില്ല, വല്ലാത്ത ആശങ്ക അയാളുടെ മുഖത്തുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കില്ല എന്താണ് കാരണം. ചോദിച്ചാൽ അയാളുടെ സങ്കടം പറയും. അത് എന്തെങ്കിലും ഒന്ന് നിവർത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന ചിന്തയാൽ, ഞാനത് ചെയ്തു കൊടുക്കേണ്ടി വരുമോ എന്ന ചിന്തയാൽ നമ്മൾ ആരും ചോദിക്കാറില്ല. കാരുണ്യത്തിന്റെ തിരുദൂതർ മാത്രമല്ല, സൂറത്ത് തൗബയിലെ 128 പറയുന്നുണ്ട്, ലഖദ് ജാഅക്കും. ആ വാചകം തുടങ്ങുന്നതിന് എങ്ങനെയാണ്? ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ആരെ? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെ, നിങ്ങൾക്ക് സുപരിചിതമായ ഗോത്രത്തിൽ നിന്ന് തന്നെ, നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ, നിങ്ങളുടെ കളിക്കൂട്ടുകാരൻ തന്നെ. ആ കളിക്കൂട്ടുകാരന്റെ പ്രത്യേകത എന്താണ്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസും അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാകുന്നത് സഹിക്കാനാവാത്ത ആൾ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് പൊറുക്കാനാകാത്ത ആൾ, നിങ്ങൾ സങ്കടപ്പെടുന്നു എന്നത് സഹിക്കാനാകാത്ത ഒരാൾ. ഞാൻ ചോദിക്കുന്നു, ഇവിടെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്ത് പ്രയാസം അനുഭവിക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ വേദനകളിൽ എപ്പോഴെങ്കിലും കിടന്നുറങ്ങുമ്പോ നമ്മുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടോ? ജാബിറേ, റസൂൽ ചോദിക്കുകയാണ്, ജാബിറേ എന്ത് പറ്റി ജാബിറേ? മുഖത്ത് യാതൊരു ഓജസ്സുമില്ലല്ലോ, രക്തം വാർന്നു പോയിരിക്കുന്നല്ലോ, കണ്ണുകളാകെ ക്ഷീണിച്ചിരിക്കുന്നുവല്ലോ, എന്ത് പറ്റി ജാബിറേ? പറഞ്ഞു, എന്റെ ഉപ്പ മരിച്ചുപോയി, എനിക്ക് 9 സഹോദരിമാരുണ്ട്, അവരുടെ മുഴുവൻ ചുമതലയും എന്റെ കൈകളിലാണ്, എനിക്ക് കടബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഈ ഒട്ടകത്തെ വിൽക്കുന്നോ ജാബിറേ? നിന്റെ ഈ ഒട്ടകത്തെ എനിക്ക് തരുന്നോ എന്ന് ചോദിച്ചു. വിൽക്കാൻ അദ്ദേഹം തയ്യാറായി. 1 ദീനാർ, പ്രവാചകൻ പറയുന്നു, 1 ദീനാർ ഇല്ല, അത് പറ്റില്ല. 2 ദീനാർ പറ്റില്ല, 3 ദീനാർ പറ്റില്ല, 10, 20, 30, 40 വരെ റസൂൽ എണ്ണി. 40 റൗണ്ടായി വന്നപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു മതി മതി മതി. അപ്പൊ
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഒന്നുകൊണ്ട് തുടങ്ങിയത് ഒന്ന് തരാൻ വേണ്ടിയല്ല. ഞാൻ 10 പറഞ്ഞ് 20 പറഞ്ഞതും 30 പറഞ്ഞതും നിനക്ക് എത്ര കടമുണ്ട് എന്നറിയാനാണ്. ആ കടം എത്രയാണോ ആ വില ഒട്ടകത്തിന് ഇല്ലെങ്കിലും നിനക്കത് തരാനാണ്. ഈ ലോക ഗുരുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തേണ്ടവരല്ലേ നമ്മൾ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ചുറ്റുവട്ടത്ത് കടബാധ്യതകളുള്ളവരുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് മാരകമായ രോഗങ്ങൾ വരുന്നവരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഹൈന്ദവ കുടുംബത്തിലെ അംഗം, നിത്യേന നമ്മൾ കാണുന്ന കുട്ടി, അവൻ രോഗത്തിന് അടിമയാണ്. നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി വാട്സപ്പിൽ ആളുകളെ ആഡ് ചെയ്തു. എന്തിനാണ്? കാരുണ്യത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ ഓർക്കുന്നു, തിരുവനന്തപുരത്തെ മിമ്പറിൽ ആദ്യത്തെ എന്റെ ഖുത്ബ ഒരു ഹൈന്ദവ സഹോദരിക്ക് വേണ്ടി 40,000 രൂപയുടെ പിരിവായിരുന്നു. അൽഹംദുലില്ലാ, ഞാൻ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജാബിർദാന്റെ കടങ്ങൾ തീർത്തു നബി. ഒട്ടകത്തെ വാങ്ങി ബിലാലുദ്ദാനോട് പറഞ്ഞു, ജാബിറിന് ആവശ്യമുള്ള ക്യാഷ് കൊടുക്കാൻ പറഞ്ഞു. എന്നതിന് ശേഷം അവരുടെ വഴിയിലൂടെ നടന്ന് ജാബിർദാനെ തിരിയുമ്പോൾ നബി അവിടെ നിന്നിട്ട് ജാബിറിനെ വിളിച്ചു, ജാബിറെ, ഇതാ ഈ ഒട്ടകത്തെയും കൂടി കൊണ്ടുപോയിക്കോളൂ, ഈ ഒട്ടകം എനിക്ക് ആവശ്യമില്ല. അപ്പൊ ജാബിറിന് ഒട്ടകത്തെ റസൂല് കച്ചവടവും ചെയ്തു, ഒട്ടകത്തിന്റെ പൈസയും കൊടുത്തു, പിന്നീട് ആ ഒട്ടകത്തെ തിരിച്ചും കൊടുത്തു. ഈ നേതാവിന്റെ അനുയായികളാണോ നമ്മൾ? അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നവരാണോ നമ്മൾ? വലത് കൈ കൊടുത്ത് ഇടത് കൈ അറിയാതെ എത്ര പാവങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ആ നബിയുമായി ബന്ധപ്പെട്ടത്. അല്ലാതെ 150 ബിരിയാണി ചെമ്പിൽ ബിരിയാണി വെച്ച് പള്ള നിറച്ചും തിന്ന് ഏമ്പക്കമിട്ട് എഴുന്നേറ്റ് പോകുന്നതിന്റെ പേരല്ല ദീൻ. പട്ടിണി കിടന്നുകൊണ്ടും അവരുടെ വേദനയിൽ إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. എന്താണ് ഉപയോഗിച്ച പദം? അയാൾക്കും അയാളുടെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണമില്ല, അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, പക്ഷെ അവർക്കൊരു ഭക്ഷണം കിട്ടി. അവര് പട്ടിണി കിടന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് അത് കൊടുത്തു. എന്നിട്ട് പറയും, നിങ്ങളിൽ നിന്ന് ഈ ഭക്ഷണം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങളൊരു നല്ല വാക്ക്, നിങ്ങൾ മഹാനാണ്, ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പിന്നെ എന്താ പ്രശ്നം? കണ്ണഞ്ചി പോകുന്ന ഭയചകിതമായ ഒരു ദിവസത്തെ കണ്ണുകളിൽ ആശ്ചര്യപ്പെട്ടു പോകുന്ന, ഹൃദയം മാറി മറഞ്ഞു പോകുന്ന ആ മഹ്ശറയിലെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അല്ലാഹുവിന്റെ റസൂൽ വറഫഅനാ ലക ദിക്റക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിച്ചിരുന്നത് സ്ത്രീകളോടായിരുന്നു, ഭാര്യമാരോട്, മക്കളോട്. ആയിഷ ബീവി കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിച്ചണിൽ ചെല്ലും. എന്നിട്ട് മാവ് കുഴച്ചു കൊടുക്കും. റസൂല് മാവ് കുഴച്ചു. ഭാര്യമാരോടുള്ള കാരുണ്യമായിരുന്നു. വിറക് മരുഭൂമിയിൽ പോയി ശേഖരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകും. വെള്ളം കോരിക്കൊടുക്കും. ഇത് നോക്കരുത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു സാധു കുടുംബത്തിന് ആടിനെ കറന്നു കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഖലീഫയായപ്പോ ആ വീട്ടുകാര് പറയാണ്, ഇനിയിപ്പോ നിങ്ങൾ രാഷ്ട്രത്തിന്റെ നായകനായല്ലോ, ഞങ്ങളുടെ ആടിനെ കറന്നു തരാൻ ഇനി നിങ്ങൾ വരില്ല അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയാണ്, രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ആയതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് ആ സേവനം ഇനിയും തുടരും. ഒരു സാധു കുടുംബത്തിന് ആടിനെ കറന്നു കൊടുക്കും ഒരു രാഷ്ട്രം ഭരിക്കുന്ന ഭരണാധികാരി. ചെറിയ സംഗതിയൊന്നുമല്ല. ഇസ്ലാം അജയ്യമായി നിലനിൽക്കും. എത്ര തന്നെ ആളുകൾ അതിനെതിരെ ശ്രദ്ധിച്ചാലും അത് അജയ്യമായി നിലനിൽക്കും. നമ്മുടെ മനസ്സിന്റെ കരുണ മാൻഹോളിൽ ഏതോ
അതിഥി തൊഴിലാളികൾ, ഹൈന്ദവരായ അതിഥി തൊഴിലാളികൾ മൻഹോളിൽ വീണെന്ന് കേട്ടപ്പോ ഓട്ടോറിക്ഷക്കാരൻ നൗഷാദ് ചാടി സ്വന്തം ജീവൻ കൊടുത്തു. ജലപ്രളയം ഉണ്ടായപ്പോ കൊച്ചിക്കാരൻ നൗഷാദ് എനിക്ക് പടച്ചോന്റെ വചനം മതി എന്നാണ് കടയിലുള്ള കംപ്ലീറ്റ് ഡ്രസ്സ് കൊടുത്തു. കാരുണ്യത്തിൽ ഇന്നോളം ഒരു മതസമൂഹവും ഇസ്ലാമിനെ അതിജയിച്ചിട്ടില്ല. മുസൽമാന്റെ കാരുണ്യത്തിന്റെ മുമ്പിൽ ഒരു മതവും ഇന്നോളം ജയിച്ചിട്ടില്ല, ഒരു മതവും. അതുകൊണ്ട് ആ മതത്തിൽ അംഗങ്ങളായി എന്നതിൽ അഭിമാനിക്കുക, സന്തോഷിക്കുക, മനുഷ്യന്റെ വേദനകളിൽ പങ്കാളികളാവുക, ആകുന്നത് ചെയ്തു കൊടുക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യമായിരിക്കണം നമ്മുടെ മുഖമുദ്ര. ആ കാരുണ്യത്തിൽ തന്നെ ജീവിച്ച് കാരുണ്യം കാണിച്ച് റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കത്തക്ക രൂപത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞ് നമ്മുടെ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കുന്നത് വരെ ആ കാരുണ്യം കാണിക്കുക. അതിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, പ്രായവ്യത്യാസങ്ങളില്ല, ജന്തുക്കളോ പക്ഷികളോ എന്നില്ല. എല്ലാറ്റിനും കൂടും. പൂച്ചയെ കെട്ടിയിട്ടു നരകത്തിൽ പോയി നായിക്ക് വെള്ളം കൊടുത്തു സ്വർഗം കിട്ടി എന്നത് മാത്രം പോരെ. ഇസ്ലാമിന്റെ മഹത്വത്തിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മനുഷ്യരയിൽ വിരിവരി കൊള്ളുന്ന വെയിലത്ത് അർശന്റെ തണം കഴുകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ശിക്ഷ നൽകുമാറാകട്ടെ. സാമ്പത്തിക പ്രാരാബ്ദങ്ങളിൽ അള്ളാഹു ലഘൂകരണം നൽകുമാറാകട്ടെ. പീഡിപ്പിക്കപ്പെടുന്ന സമൂഹത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്നവർക്ക് ലഘൂകരണം നൽകുമാറാകട്ടെ. എല്ലാവരുടെ കണ്ണീരൊപ്പുന്നതിലും മുന്നിൽ നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമാറാകട്ടെ. ഒരു ജലഗണികയായി, കാരുണ്യത്തിന്റെ ജലഗണികയായി തീരാൻ കഴിയുമെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.